ആ ദൂരത്തുനിന്ന് ആ റൗണ്ട് ബോട്ട് ഇങ്ങനെ കറങ്ങി വരുമ്പോഴേക്ക് ഈ പള്ളി അങ്ങ് ദൂരത്തുനിന്ന് കാണാൻ പറ്റും. അപ്പോൾ തന്നെ നല്ല രസമുണ്ട്. നല്ലൊരു രാമ ഇഷ്ടപ്പെട്ടോ അല്ലേ? അതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. പ്രണയിച്ചവർക്കും പ്രണയിക്കുന്നവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും പ്രണയം നഷ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും നമ്മൾ ഇതിന്റെ പ്രണയദിനത്തിന്റെ ആശംസകൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ പ്രണയദിനമായിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നത്? കുവൈറ്റിലെ താജ്മഹൽ. അതെ, താജ്മഹൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രണയത്തിന്റെ ഒരു സ്മാരകമാണല്ലോ. ഈ ഫെബ്രുവരി 14 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആഗ്രയിലുള്ള താജ്മഹലിൽ ഒരുപാട് പേര് വിസിറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി 14. അങ്ങനെയാണ് നമ്മൾ ആഗ്രയിലോട്ടൊന്നുമല്ല പോകുന്നത്, നമ്മൾ കുവൈറ്റിലെ കാഴ്ചകളാണല്ലോ. കുവൈറ്റിലെ താജ്മഹൽ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഇവിടെ ഒരു താജ്മഹലുണ്ട്. അപ്പോൾ താജ്മഹലിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ടീനാമയ്ക്കൊപ്പം ഞാൻ ലെന്നി. വെൽക്കം ടു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആഗ്രയിലുള്ള താജ്മഹൽ കാണാൻ പോയായിരുന്നു. അപ്പം അതൊരു ശരിക്കും ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ ഒരു വെണ്ണക്കല്ലിൽ തീർത്തൊരു ശില്പം, ഒരു പ്രണയത്തിന്റെ സൂചകം. അതായത് ഫെബ്രുവരി 14 ആൾക്കാർ കൂടുതലായിട്ട് ബുക്ക് ചെയ്തിട്ട് അവിടെ വരുന്നത്. പിന്നെ പൗർണമി ദിവസം അല്ലേ, പൗർണമി ദിവസം താജ്മഹലിന് കാണാൻ പ്രത്യേക ഭംഗിയാണ്. കാരണം ഇത് വെള്ള മാർബിൾ ആയതുകൊണ്ട് പൂർണ്ണചന്ദ്രൻ കൊണ്ട് വരുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് നല്ല ഒരു എന്നാ പറയുന്നത്, ഒരു തിരി കത്തിച്ച പോലൊക്കെ ഇരിക്കും. ഭയങ്കര രസമാണ് ദൂരത്തു നിന്നുള്ള കാഴ്ചയൊക്കെ. അപ്പം ഫെബ്രുവരി 14 നല്ല റഷായിരിക്കും. പ്രണയിക്കുന്നവരൊക്കെ ഒരുപാട് പേര് പോയി അതിൻ്റെ ഫ്രണ്ടിൽ പോയി ഫോട്ടോ എടുക്കുന്നതൊക്കെയാണ്. പിന്നെ അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ആ നിർമ്മിതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്ന ഒരു സംഭവം തന്നെയാണ് താജ്മഹൽ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നേരെ കുവൈറ്റിലെ താജ്മഹൽ കാണാൻ വേണ്ടിയാണ്. കുവൈറ്റിലെ താജ്മഹൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയ്ക്കൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. അപ്പോൾ ഞാനും നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് അല്ലേ. അതിശയിപ്പിക്കുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതെ, എന്തായാലും ഒരു കാഴ്ച തന്നെ ആയിരിക്കും. പോയി കണ്ടിട്ട് വരാം. പൈസ മുടക്കൊന്നുമില്ലല്ലോ അല്ലേ. ഫ്രീ ആയിട്ട് കാണാം. ടിക്കറ്റ് എടുക്കണ്ട, ക്യൂ നിൽക്കണ്ട. ഇന്ത്യയിലെ ഒരു നിർമ്മിതി അതേ മോഡൽ കുവൈറ്റിലൊക്കെ പണിതെന്ന് പറഞ്ഞപ്പോഴത്തേന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുണ്ട്. പക്ഷെ ഇവര് ഏതാണ്ട് കോപ്പിറൈറ്റോ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ എംബസിയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് പണിതാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരു ഈവനിങ് ദൃശ്യം കാണാം. അപ്പം വിട്ടേക്കാം. അതെ, ഇത് ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ അബാസിന്ന് തൊട്ടടുത്താ കേട്ടോ. അബാസിന്ന് ഒരു 10 മിനിറ്റ് മാത്രമേ പോകാനുള്ളൂ. അപ്പോൾ എന്നാ പറയാ, അബാസിയിലൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിലും തൊട്ടടുത്ത് പോയി കാണാൻ പറ്റാവുന്നൊരു സംഭവമുണ്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ആ വഴിയൊക്കെ പോകുമ്പോൾ കാണാം. അപ്പോൾ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിന്റെ അടുത്തടുത്ത് വരുവാണ്. അങ്ങ് ദൂരേന്ന് അതിന്റെ ഒരു വിഷ്വൽ കിട്ടും. ഭയങ്കര രസമാണ് ആ ഒരു കാഴ്ച. ശരിക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര സംഭവം കേട്ടോ അല്ലേ. അല്ലേ, അല്ലേ. അപ്പൊ അതാണ് നമ്മള് താജ്മഹലിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. കുവൈറ്റിലെ താജ്മഹൽ, അതായത് താജ്മഹലിന്റെ ചെറിയൊരു പതിപ്പ് അല്ലേ. പക്ഷെ ഇത് ശരിക്കും ഒരു മസ്ജിദാണ്. നമുക്ക് അകത്തോട്ടൊന്നും പ്രവേശനമില്ല. നമുക്ക് ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള സാധാരണ ഒരു മസ്ജിദാണ്. പക്ഷെ താജ്മഹലിന്റെ മോഡലാണ് പണിത് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ലൊരു നിർമ്മിതി. നമുക്കന്ന് ദൂരത്തുനിന്ന് വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. പിന്നെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് വെച്ചാൽ കളറിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. വെള്ള മാർബിളാണ്. ഇതിപ്പോ വെള്ള മാർബിൾ അല്ല, ചെറിയ ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു മാർബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിർമ്മിച്ചാണ്. എങ്കിലും നല്ല രസമുള്ള ഒരു നിർമ്മിതി തന്നെയാണ്.
അല്ലേ? ഇവിടെയൊക്കെ വരുമ്പോൾ കാണാം. നമുക്ക് ഒരു ടൂറിസ്റ്റ് സ്ഥലമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്, മസ്ജിദാണ്. കുവൈറ്റിലെ അബ്ദുള്ള അൽ മുബാറക്കിലാണ് ഫാത്തിമ സഹ്റ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. 2008 ഫെബ്രുവരിയിൽ നിർമ്മാണം ആരംഭിച്ച ഈ മസ്ജിദിൻ്റെ നിർമ്മാണം 2011 ജൂണിൽ പൂർത്തിയായി. ഇതിൻ്റെ വിസ്തീർണം ഏകദേശം 3200 ചതുരശ്ര മീറ്ററാണ്. യഥാർത്ഥ താജ്മഹലിന് ഇതിൻ്റെ 3 ഇരട്ടി വലിപ്പമുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മാർബിളുകൾ ഇറാനിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയ ബ്രൗണിഷ് കളറുള്ള, വൈറ്റും ബ്രൗണിഷുമായിട്ടുള്ളൊരു കളറുള്ള മാർബിളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിലെയും ഇറാനിലെയും ശില്പികളുടെ ഒരു കരവിരുതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും താജ്മഹൽ പോലെ തന്നെ അതിസുന്ദരമായൊരു നിർമ്മിതി. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പല അറബി രാജ്യങ്ങളിൽ നിന്നും വരെ ആൾക്കാർ ഈ മസ്ജിദ് കാണാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ശരിക്കും ഉണ്ടല്ലോ അല്ലേ, ഒരു താജ്മഹൽ പെട്ടെന്ന് കണ്ടോട്ട് നമ്മളെ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ പിന്നെയും നോക്കരുത് അല്ലേ. ഒറ്റ നോട്ടത്തിൽ താജ്മഹൽ നമ്മളെ മനസ്സിലേക്ക് തന്നെ കയറി വരും. അതേ രീതിയിലുള്ള നിർമ്മിതിയാണ്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാഴ്ച അല്ലേ, താജ്മഹലൊക്കെ പോയവർക്ക് അല്ലേ, ആ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും. കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊക്കെ കണ്ടിട്ട് താജ്മഹൽ കാണുമ്പോൾ ഇച്ചിരി കൂടെ സന്തോഷം വരും. കാരണം അതൊരു വല്ലാത്ത നിർമ്മിതി തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ വന്ന് ഫോട്ടോ എടുത്തോട്ടെന്ന് ആദ്യം ഒന്ന് ചോദിച്ചു. അവർ സമ്മതിച്ചു, കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ എടുക്കുന്നതിന് ഇവിടെ വരുന്ന കാണുന്നതിനൊന്നും കുഴപ്പമില്ല. അകത്തേക്ക് മാത്രമേ പ്രവേശനം ഇല്ലാത്തുള്ളൂ. പിന്നെ അവർ തന്നെ വന്ന് പറഞ്ഞു തന്നെ അവിടുന്ന് ഫോട്ടോ എടുത്താൽ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. ഇനാമ ഇഷ്ടപ്പെട്ടോ? അല്ലേ, അതാണ്. അപ്പൊ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ. എന്നാ കയറിക്കോ. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഈ കാഴ്ച ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പം വേണ്ട നല്ല രസമാണ് കേട്ടോ. നമ്മൾ ദൂരത്തു നിന്നൊക്കെ ആ താജ്മഹലിന്റെ ഒരു ആ വൈബ് കിട്ടുന്നുണ്ട്. അത് സത്യമായിട്ടും ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പൊ തന്നെ നമ്മൾ ആ ദൂരത്തു നിന്ന് ആ റൗണ്ട് ബോട്ട് ഇങ്ങനെ കറങ്ങി വരുമ്പോഴേക്ക് ഈ പള്ളി അങ്ങ് ദൂരത്തു നിന്ന് കാണാൻ പറ്റും. അപ്പൊ തന്നെ നല്ല രസമുണ്ട്. നല്ലൊരു ഇതാണ് ശരിക്കും. ആഭാസിന്നൊക്കെ ഒരു 10 മിനിറ്റ് ഉള്ളൂ നമുക്ക് ഇങ്ങോട്ട് എത്താനായിട്ട്. വലിയ ദൂരമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പള്ളിയാണ്, ഇതൊരു ചരിത്ര സ്മാരകമോ അല്ലല്ലോ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ നല്ല ഭംഗിയായിട്ട് ആൾക്കാർ നമുക്ക് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കാഴ്ചയാണ്. എല്ലാവരോടും സ്നേഹം മാത്രം. കുവൈറ്റിൽ നിന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.